ഹിജാമ ചെയ്തിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവിടേക്ക് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മോനെ അബ്ദുല്ലാ, നീ ഹിജാമ ചെയ്ത രക്തത്തെ ആരും കാണാത്ത, മറ്റാരും അറിയാത്ത ഒരു വിജനമായ സ്ഥലത്ത് നിക്ഷേപിക്കണേ. അതിരുകളില്ലാത്ത സ്നേഹതരംഗം ത്വാഹ റസൂലുള്ളാഹ് നൂറുള്ളാഹ്, അജബു നിലയ്ക്കാത്ത പ്രേമപ്രപഞ്ചം ഫാത്തിം സല്ലല്ലാഹ് സല്ലല്ലാഹ്, അകലെ മദീന നാട്ടിലെ രാജാ കൽബിലെ തേൻമുല്ല, അഖില വിശ്വാസി തന്റെ സംഗീത ഭൂമിയിൽ മയങ്ങും സല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അപ്പോൾ ആ ശൈഖ് പറഞ്ഞു, ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞാൻ അവനെ ഏറ്റവും താല്പര്യം വെക്കാൻ കാരണം അവൻ അല്ലാഹുവിനെ മാത്രം ശ്രദ്ധിക്കുന്നവനാണ്. അവൻ മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കുന്നില്ല. അവന്റെ കേന്ദ്രബിന്ദു അല്ലാഹുവാണ്. മറ്റു തെറ്റുകൾ ചെയ്യുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്ന ബോധ്യം അവനക്കുണ്ട്. നമ്മൾ ആളുകളെ മുന്നിൽ വെച്ച് നമ്മൾ തെറ്റുകൾ ചെയ്യില്ല. കാരണം എന്താണ്? അവർ കാണുന്നുണ്ട് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകും. എന്നാൽ സൃഷ്ടികളെ ഭയക്കുന്ന നിങ്ങള് സൃഷ്ടാവിനെയാണ് ഭയക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നേരവും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ഇരുട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത പാറക്കല്ലിൽ ഒരു കറുത്ത ചെറിയ ഉറുമ്പ് പോലും ഇരുന്നാലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായിൻ നേരം വളർപൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട്, അബിയൽ വർണ്ണമദാ രണ്ടും അസ്വദുമാമേ. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായിൻ നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട്, അബിയൽ വർണ്ണമദാ രണ്ടും അസ്വദുമാമേ. ആ നാട്ടിൽ അത്രയേറെ ഇബാദത്ത് കർമ്മങ്ങൾ നിർവഹിക്കുന്ന വേറെ വ്യക്തിയില്ലായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് അല്ലാഹു തആല അദ്ദേഹത്തിന് ഹജ്ജ് സ്വീകരിക്കാത്തത്? അതറിയാൻ എനിക്ക് ആകാംക്ഷയായി. ഞാൻ അദ്ദേഹത്തെ കാണണമെന്ന് അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അധികവും മക്കയിലെ ഒരു വിജനമായ പ്രദേശത്താണ് ഉണ്ടാവുക എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ മക്കയിലെ ഒരു വിജനമായ പ്രദേശത്തെത്തി. അവിടെ മദീനയിൽ നിന്ന് നിസ്കരിക്കുകയാണ് അദ്ദേഹം. വരാൻ പൊറുത്ത പിറകെ മക്കാവ് വിട്ട് നബി മക്ക മദീന തണവായി ഹാരേടുമെത്തിടുക ഈ മാറുമൊത്ത ശഹർ വരാൻ പൊറുത്ത പിറകെ മക്കാവ് വിട്ട് നബി മക്ക മദീന തണവായി അദ്ദേഹം വളരെ ശക്തിമാനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലോട്ട് വരുന്നതിന്റെ മുന്നേ ഉണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് അവിടുത്തെ ഉക്കാശ ചന്തയിൽ പോയിക്കൊണ്ട് ഒരു കടക്കാരനോട് ചോദിക്കുകയാണ്, ഏ മനുഷ്യ, എനിക്ക് 500 ദിർഹം വേണമെന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കടയിടുന്ന സമയമാണ്, ഇപ്പോൾ എന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞു. ലാത്ത് നബി അമ്പുഴുതായകേ
कहते मदीने चले जाएंगे, नबी नबी कहते मदीने चले जाएंगे। उनकी लंगन दिल में बसाएंगे। ആരാരുമില്ല, ഒറ്റപ്പെട്ടു പോയതാ മയ്യത്ത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു. അയാൾ ഒരു ദിവസം തൗറാത്ത് തുറന്നു നോക്കിയപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കണ്ടു. അയാൾ സ്വലാത്ത് ചൊല്ലി. ആ സ്വലാത്തിന്റെ അതിരുകളില്ലാത്ത ബർക്കത്ത് കാരണമായി പുറത്തു കൊടുത്തു എന്ന് അല്ലാഹു പറഞ്ഞു. നാദൻ കാക്കട്ടെ. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. നിശ്ചയം അല്ലാഹും അവന്റെ മലക്കുകളും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നു. അതിനാൽ വിശ്വാസികളായ നിങ്ങളും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിട്ട് ബിലാൽ അല്ലാഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ബിലാൽ അല്ലാഹുവിന്റെ അടുത്ത് പോയി ബാങ്ക് വിളിക്കാൻ ഉപദേശിച്ചു. അങ്ങനെ ബിലാൽ അല്ലാഹു ബാങ്ക് വിളിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن لا إله إلا الله أشهد أن محمدا എന്ന് പറഞ്ഞപ്പോഴേക്കും ബിലാൽ തൂകും സുന്ദരി അഴകുള്ള ഫാത്തിമ അരിമപ്പു ഫാത്തിമ അല്ലാഹുവിന്റെ ദൂതരെ പൂമോള് ഫാത്തിമ അലിയാർ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. ഉലമയുടെ രൂപീകരണത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വഹാബികൾ, അതുപോലെ തന്നെ താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ വഴി കൈമാറി വന്നതായ ഈ തനതായ ഒരു ദീന്, ഈ ദീന് കൈമാറി വരുമ്പോൾ തലമുറയായി കൈമാറ്റം ചെയ്തു വരുന്നതിനിടക്ക് 1900-ന്റെ തുടക്കത്തിൽ പുത്തൻവാദികളായ കുറച്ചാളുകൾ ഇസ്ലാമിലേക്ക് പല ഭേദഗതികളും നടത്തി. ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന നേർവഴി കാട്ടിയ മക്കത്തുദിത്ത ഹബീബുള്ളാഹ് മംഗകൾ കൊത്തമിയാമിന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്. ഒരാളെ കബറിലേക്ക് വെക്കപ്പെട്ടാൽ പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കബർ നല്ല ശാന്തി ഉള്ളതായിരിക്കും. പക്ഷേ അതിന്റെ ഉള്ളിൽ വളരെ കാഠിന്യം നിറഞ്ഞതാണ്. ഒരാളെ കബറിലേക്ക് വെക്കപ്പെട്ടാൽ റുമാൻ എന്ന മലക്ക് വരും. എന്നിട്ട് ആ മയ്യത്തിനോട് പറയും, നീ ജനിച്ചത് മുതൽ ഇന്നേ വരെയുള്ള ഓരോ കാര്യങ്ങളും എഴുതാൻ പറയും. അപ്പോൾ ആ മയ്യത്ത് പറയും, എന്റെ കയ്യിൽ പേനയില്ല, എന്റെ കയ്യിൽ പേപ്പറുമില്ല, ഞാൻ എന്തിലാണ് എഴുതുക എന്ന് ചോദിക്കുമ്പോൾ റുമാൻ എന്ന മലക്ക് പറയും, നിന്റെ കഫമാണ് നിന്റെ പേപ്പർ, നിന്റെ കഫമാണ് നിന്റെ പേപ്പർ, നിന്റെ ഉമിനീരാണ് നിന്റെ മഷി, നിന്റെ ഓരോ വിരലുകളാണ് നിന്റെ പേന എന്ന് പറയും. ത്വാഹ നബി മദീന നദി ഹുദായ നജി വൈരമുത്തുപോൽ ചിരി താജ നദി നദി മാമദി ഫിദായ തനി മാരി വില്ലുപോൽ മിനി ത്വാഹ നബി മദീന നദി ഹുദായ നജി വൈരമുത്തുപോൽ ചിരി താജ നദി നദി മാമദി ഫിദായ തനി മാരി വില്ലുപോൽ മിനി
ആമ്പൽ പൂ വിരിയുന്ന ചേലിൽ ഞാനതിരില്ലാനുരാഗം പാടാം, അഴകൊത്താരികത്തു ചേരാം, ആ പതിരില്ല മുന്നിൽ ഞാൻ കൂടാം. ആമ്പൽ പൂ വിരിയുന്ന ചേലിൽ ഞാനതിരില്ലാനുരാഗം പാടാം. വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾക്ക് അർഹരായ ഉസ്താദുമാർ, അതുപോലെ തന്നെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ബദ്രിയ ദർസിന്റെ 15ാമത്തെ വാർഷിക വേളയിലാണ്. ഈ ഒരു സുവർണ നിമിഷത്തിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്നതിനെ കുറിച്ചാണ്. ഈ ലോകത്ത് എവിടെ നോക്കിയാലും ഒരേ ശ്രേണിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. ഈ വിദ്യാഭ്യാസത്തിന് ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് പോലും ആ നാട്ടിലെ വിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചെറു വിദ്യാർത്ഥികളുമാണ്. ആ രാജ്യത്ത് എത്രത്തോളം ആഴത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓരോ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകാൻ കഴിയുമോ അതിനനുസൃതമായി കൊണ്ടാണ് നാളത്തെ ഭാവി, ആ രാജ്യത്തിന്റെ ഭാവി എത്രത്തോളം പുരോഗതി കൈവരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരു രാജ്യത്തിലെ ഓരോ വിദ്യാലയത്തിനകത്തും എത്രത്തോളം പോറുത്ത പിറകെ തെക്കോവർ ഹാമിദരും മിക്കോ സ്വഹാബികളും ഒക്കെ ഇരിക്കു പൊളൂതിൽ ജാസൂസുരത്തിൽ വരയാസിൽ നബിക്കൊരു വിശേഷം വീരുത്തി പൊരുളായി വെക്കാതെ സാബുർവയിറുക്കാകയേറിയ ചാരകടൈ പൊന്നു ചുമയ്യ വാരുന്നു ബാധി ബദർ ചേരുന്ന വർഗങ്ങൾ തീർത്തി ഒരുങ്ങി ഹറജ ഹക്കാന കോണമറ മക്കാവ് വിട്ട് നബി മക്ക മദീന തണവ അതിർപ്പൂവാമ്പിലായി സ്വരനാദം യാ റസൂലേ പനയോലയിലൊരു കുടിലാണ് ഭവനങ്ങളിൽ അതുനിധിയാണ് പടിവാതിലു ചെറുതടിയാണ് നബി തങ്ങളെ പൂങ്കുടിലാണ് ഒരു നാരിനടയാളം തിരുമേനിയിൽ പടർന്നതിനുമേൽ തളർന്നു തകർന്ന വീടാണത് ഒരു രാവിൽ പശിയാലെ തിരുനൂറരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ ഉടയാടയങ്ങും ഉടക്കാത്ത കൂടാ ഇത്തിരി മിനിങ്ങളെ കബറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് അവരെ കബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ശരീരത്തിലെ മണ്ണ് നീക്കം ചെയ്യാൻ അല്ലാഹു തആല ആവശ്യപ്പെടും. അങ്ങനെ മലക്കുകൾ മിനിങ്ങളെ കബറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് എഴുന്നേൽപ്പിച്ച് ശരീരത്തിൽ മണ്ണ് നീക്കം ചെയ്യുകയാണ്. ശരീരത്തിൽ മണ്ണ് നീക്കം ചെയ്ത് നെറ്റിയിലെത്തിയപ്പോൾ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, അത് ഖബറിലെ മണ്ണല്ല, അവൻ സുജൂദ് ചെയ്ത മിഹ്റാബിലെ മണ്ണാണ് എന്ന്. فأقيموا الصلاة إن الصلاة كانت على مسلمين كتابا موقوتا. നിങ്ങൾ നിസ്കാരത്തെ മുറ പോലെ നിശ്ചയിക്കുക. നിശ്ചയമായും സത്യവിശ്വാസികൾക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെടും. തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഉൽ ബദരീങ്ങളെ ബദർ യോദ്ധ കളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഉൽ ബദരീങ്ങളെ ഉദീകത്തും
ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ളേ ഉർഷ പോൽ പുലികളാം ബദരീങ്ങളെ. ബദറിന്റെ രണാങ്കളത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അങ്ങകലെ അടർക്കളത്തിൽ വിശുദ്ധമായ ദീനിനെതിരെ പടപൊരുതാൻ അബൂജഹലും സംഘവും അതാ സർവായുധ വിഭോഷിതരായി നിൽക്കുകയാണ്. ആയുധങ്ങളില്ലാത്ത ആരുമില്ല ആ കൂട്ടത്തിൽ. അവർക്കപ്പുറത്താണ് ആദരവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 313 വരുന്ന സ്വഹാബ കിറാമിനെ തന്റെ അരികിലേക്ക് വിളിക്കുന്നത്. യാ സ്വഹാബ, ഒന്നിങ്ങടുത്തു വാ. അവർ സർവായുധ വിഭോഷിതരാണ്. അവർക്കെതിരെ പടപൊരുതാൻ മനക്കരുത്തുണ്ടോ നിങ്ങൾക്ക്? ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ യാ റസൂലല്ലാഹ്. ഈ അണ്ടകടാഹങ്ങളെ പടച്ച, അഖിലാണ്ട ബഹുമാനത്തെ പടച്ച ഏക ഇലാഹായ അല്ലാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. വില്ലാളി വീരനായ ശത്രുപക്ഷത്തിന്റെ മുമ്പിലേക്ക് ധീരനായ ശൂരനായ പരാക്രമികളായ സ്വഹാബികളെ അണിനിരത്താൻ വേണ്ടി ആദരവായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, ഇവിടെയടാ മുഹാജിറുകളുടെ ധീരൻ എവിടെ? മിസ്അബ് ബിൻ ഉമൈർ. ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെയുണ്ട് നബിയെ. ഇങ്ങ് വാ മിസ്അബ്, ഇസ്ലാമിന്റെ വെള്ളപ്പതാക നിന്നെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. പിടിക്ക്. നീ ധ്വജവാഹകനായി ഈ സംഘശക്തിയുടെ മുമ്പിൽ നീയാണ് നിൽക്കേണ്ടത്. മക്കയിലെ തരുണി മണികളുടെ സീമന്ത പുത്രനായിരുന്ന ഉമ്മുൽ ഖുനാസ എത്രയാണ് എന്നെ മർദ്ദിച്ചത്. നീയാണ് ഈ സംഘശക്തിയുടെ മുമ്പിൽ നിൽക്കേണ്ടത്. ധീരനായ ആ ചുണക്കുട്ടിയുടെ മുമ്പിൽ ഇസ്ലാമിന്റെ വെള്ളപ്പതാക അങ്ങ് നൽകി. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായി കൊണ്ട് പ്രവാചകന്റെ കണ്ണുകൾ ഇങ്ങനെ തിരിയുകയാണ്. ഇവിടെ ധീരനായ ശൂരനായ അലിയാർ എവിടെ? ആ വിളി കേട്ടപ്പോ ലബ്ബൈക യാ റസൂലല്ലാഹ്, ആജ്ഞകൾ ശിരസാവഹിക്കാൻ, അങ്ങയുടെ കൽപ്പനകൾ ചുമലിലേറ്റാൻ, ധീരദോഷ്ടം ഈ പടയണിയുടെ മുമ്പിൽ നിൽക്കാൻ, അങ്ങേൽപ്പിക്കുന്ന ഏത് ദൗത്യവും അങ്ങേറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്, വരൂ എന്ന് പറഞ്ഞപ്പോ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തെ കൊടി മഹാനായ അലിയാർ തങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ുള്ളിൽ കൊണ്ട് ഇഷ്ക് കോർത്തൊരമ്പ് പ്രേമകാര്യമാണ് മുത്ത് തോഹനൂറ്. അന്നാ മരുഭൂമിയിൽ പെയ്ത മഴയായതാ കണ്ണിൽ ഇമപാളിയാൽ നെയ്യാം കുളിരോർമകൾ നെഞ്ചിനുള്ളിൽ കൊണ്ട് ഇഷ്ക് കോർത്തൊരമ്പ് പ്രേമ. ولا تموتن إلا وأنتم مسلمون. قال رسول الله صلى الله عليه وسلم أن تعبد الله كأنك تراه وإن لم تراه فإنه لا يراك. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, കാണാന്മാരെ, സഹോദരങ്ങളെ, നാം എല്ലാവരും മുസ്ലിമാണ്. എന്നാൽ യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ യഥാർത്ഥ മുഅ്മിനാവണം. അല്ലാഹു നമ്മളെ പരിപൂർണ്ണ മുഅ്മിനീങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്നിരിക്കൽ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഇത് മൂന്നും അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അല്ലാഹുവിന്റെ യഥാർത്ഥ തഖ്വ ചെയ്ത് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹാദിജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണഞ്ഞി പുനർന്ന് അജബാറാണി നിന്നും മറുഹും നേരി ചന്തം അടരാടി തമസിൻ നൂറുവിൻ നൂറ്
ചന്തം ശറഫാം തിരുകിരുപാനികൾ ഭാഗി വസന്തം പൂകി സുഗന്ധം ഭാഗി വസന്തം പൂകി സുഗന്ധം മക്ക